വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. വാർത്തകളിലേക്ക് കൂടി പോകണം. റിപ്പോർട്ട് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വെച്ചു മാറണമെന്ന ആവശ്യം ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കാൻ CPI. പറവൂർ, തൃശൂർ, മണ്ണാർക്കാട് സീറ്റുകൾ വെച്ചു മാറാനുള്ള താല്പര്യമാണ് അറിയിക്കുക. പറവൂരിന് പകരം പെരുമ്പാവൂരും തൃശൂരിന് പകരം മണലൂരും ചോദിക്കും. കണ്ണൂരിൽ ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ പകരം കയ്യിലുള്ള സീറ്റുകളിൽ ഒന്ന് വിട്ടു നൽകും. CPM CPI നേതാക്കൾ ഇന്നലെ പ്രാഥമിക ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഇല്ലാതിരുന്നതിനാൽ വിശദമായ ചർച്ച നടന്നില്ല. റാഹിസ് റഷീദ്, ഇപ്പോൾ LDFന്റെ സീറ്റ് വിഭജന ചർച്ചയാണ്. CPIയുടെ ആവശ്യം CPM പരിഗണിക്കുമോ? CPIM പരിഗണിക്കാനുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ 3 സീറ്റുകളുടെ കാര്യത്തിൽ കുറവാണ്. കാരണം CPI വെച്ച് മാറാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സിറ്റിംഗ് സീറ്റായ പറവൂരാണ്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരും നിലവിൽ CPI വിജയിച്ച CPIയുടെ MLA ഉള്ള സീറ്റാണ്. മറ്റൊരു സീറ്റ് മണ്ണാർക്കാടാണ്. CPI കുറേ കാലമായി പരാജയപ്പെടുന്ന ഒരു സീറ്റാണ്. അതിൽ പറവൂർ ഏറ്റെടുക്കണം എന്നൊരാഗ്രഹം CPIM-നും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറവൂരിന് പകരം CPI ചോദിക്കാൻ പോകുന്ന സീറ്റ് പെരുമ്പാവൂർ സീറ്റാണ്. അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തൃശ്ശൂരിന് പകരം മണലൂരാണ് ചോദിക്കുന്നത്. പക്ഷേ മണലൂർ CPIM വിട്ടു നൽകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് നമ്മൾ CPIM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാട് വേണമെങ്കിൽ പകരം കൊടുക്കാമെന്ന് അവർ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ സീറ്റ് തിരിച്ചു വേണമെന്ന് അവർ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരിക്കൂറിന് പകരമായി അവർ CPIM-ന്റെ മുമ്പിൽ വെക്കാൻ പോകുന്ന സീറ്റ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയോ മഞ്ചേരിയോ ഏറനാടോ, ഈ 3 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് വിട്ടുതരാമെന്നാണ് അവർ മുന്നോട്ട് വെക്കുക. ഈ 3 സീറ്റും ലീഗിന്റെ കുത്തക സീറ്റുകളാണ്. അതുകൊണ്ട് അത് CPIM ഏറ്റെടുക്കാൻ സാധ്യതയില്ലെങ്കിൽ മണ്ണാർക്കാട് സീറ്റ് പകരം തരാം എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രാഥമികമായി നേതാക്കളിരുന്നു, പക്ഷേ കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. അടുത്ത ദിവസമായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക. ഇന്നലത്തെ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകാതിരുന്നത്. ഈ ആഴ്ച തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് CPIM-ന്റെ തീരുമാനം. അരുൺകുമാർ.